നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കമാൻഡറായി രാഹുൽ. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്കുമീതെ AICC പ്രതിഷ്ഠിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ മേൽക്കൈ ഹൈക്കമാൻഡിനു തന്നെ. 21 അംഗ സമിതിയിൽ 2 ഗ്രൂപ്പുകൾക്കുമായി കിട്ടിയത് 7 വീതം അംഗങ്ങൾ. ബാക്കി 7 പേരും ഫലത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളെന്ന് വിലയിരുത്തൽ. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏകപക്ഷീയ തീരുമാനമോ ഗ്രൂപ്പ് താൽപര്യങ്ങളോ ഇനി നടക്കില്ല. സമിതിയിൽ ഗ്രൂപ്പ് തർക്കം ഉടലെടുത്താൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും. സമിതിയുടെ ഘടനയിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിലും ചില പ്രധാനികളെ തഴഞ്ഞതിൽ നേതാക്കൾക്ക് രഹസ്യ നീരസം. അതേസമയം തലമുറ മാറ്റത്തിനായുള്ള മുറവിളികൾ ചെവിക്കൊള്ളാതെയാണ് സമിതി രൂപീകരണമെന്ന് വിലയിരുത്തൽ. 40 കടക്കാത്ത M ലിജുവും PC വിഷ്ണുനാഥും മാത്രം രാഷ്ട്രീയകാര്യ സമിതിയിലെ പുതുതലമുറക്കാർ. ഓണം കഴിഞ്ഞാലുടൻ സമിതി ആദ്യ യോഗം ചേരുമെന്നും സൂചന. സ്വാശ്രയത്തിൽ സമവായം. അനിശ്ചിതത്വങ്ങൾക്കും മാരത്തൺ ചർച്ചകൾക്കും ഒടുവിൽ സ്വാശ്രയ പ്രശ്നത്തിൽ സമവായം. ധാരണയനുസരിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ 20% 25,000 രൂപയും 30% സീറ്റിൽ 2.5 ലക്ഷവും ഫീസ്. മാനേജ്മെന്റ് സീറ്റിന് 11 ലക്ഷവും NRI ക്വാട്ടയ്ക്ക് 15 ലക്ഷവും ഈടാക്കാനും ധാരണ. അതേസമയം സ്വാശ്രയ ദന്തൽ മാനേജ്മെന്റുകളുമായുള്ള ചർച്ചയിൽ പുതിയ ഫീസ് ഘടനയ്ക്ക് തീരുമാനം. 50% മെറിറ്റ് സീറ്റിലെ 6% 23,000 രൂപയും 14% 44,000 രൂപയും ഫീസ്. ബാക്കി 30% മെറിറ്റ് സീറ്റിൽ 2,10,000 രൂപ ഫീസ് ഈടാക്കാനും സർക്കാർ സമ്മതം. പഞ്ഞമില്ലാത്ത പരിശോധന. ട്രെയിൻ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാളങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ മന്ത്രി സുരേഷ് പ്രഭുവിന്റെ നിർദ്ദേശം. പരിശോധനകളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും റെയിൽവേ മേഖലകൾക്കും ഡിവിഷനുകൾക്കും ഉത്തരവ്. അതേസമയം സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വേഗ നിയന്ത്രണം മൂലമുള്ള മെല്ലെപ്പോക്ക് തുടരുന്നു. പല ട്രെയിനുകളും ഓടുന്നത് 2 മണിക്കൂറിലധികം വൈകി. തിരുവനന്തപുരം ഡിവിഷനിൽ വേഗ നിയന്ത്രണമുള്ള 30 ഇടങ്ങളിൽ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതായും റെയിൽവേ. ചർച്ചകളുടെ ചിറകിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിയറ്റ്നാം ചൈനീസ് സന്ദർശന പരിപാടിക്ക് ഇന്ന് തുടക്കം. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്ന മോദി വിയറ്റ്നാമിൽ ഇന്ത്യയുടെ എണ്ണ പര്യവേഷണ പദ്ധതി ഊർജിതമാക്കുന്ന കാര്യവും ചർച്ച ചെയ്യും. ചൈനയിൽ 4-5 തീയതികളിൽ നടക്കുന്ന G20 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 5-ന് ഡൽഹിയിലെത്തിയ ശേഷം അന്ന് തന്നെ ലാവോസിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ആസിയാൻ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കും. 2 ദിവസമാണ് മോദിയുടെ ലാവോസ് സന്ദർശനം. തുടരുന്ന ചോരക്കളി. പാകിസ്ഥാനിലെ പെഷാവാറിൽ പുലർച്ചെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ക്രിസ്ത്യൻ കോളനിയിൽ നടന്ന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. 4 തീവ്രവാദികളെ സൈന്യം വെടിവെച്ചു കൊന്നു. സൈന്യത്തിന്റെ പ്രത്യാക്രമണം തുടരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2,850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.